അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? റാഹത്തല്ലേ? സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? വീഡിയോ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണം. ഏം, എല്ലാവരിലേക്കും ഇതെത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തിക്കാൻ പറ്റുക. ഇതിന് കൂടുതലൊരു വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ, നല്ല നല്ല ടോപ്പിക്കുകൾ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാണത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയക്കുക, നിങ്ങളുടെ സ്റ്റാറ്റസ് ആക്കി വെക്കുക, പേഴ്സണൽ കോൺടാക്റ്റുകളിലേക്ക് അയക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഇൻസൈറ്റ് ചാറ്റ് എന്നുള്ള പ്രോഗ്രാം കഴിഞ്ഞ കുറച്ച് മുമ്പ് വീഡിയോകളിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആഴ്ചകളിലും 4 ദിവസം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉള്ളത് മെഡിറ്റേഷൻ ഉണ്ടാകും. മോർണിംഗ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതുപോലെ തന്നെ കുറച്ച് വിഷയങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നൈറ്റ് മെഡിറ്റേഷനും ഫൊഗീവ്നെസ് ജേണലും. ഈ 4 ടാസ്കുകൾ ദിവസവും നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ജേണിയാണ് ഇൻസൈറ്റ് ചാറ്റ് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു ചെറിയ അശുദ്ധിയെ പറ്റിയിട്ട്. ഈ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് വുദു, അല്ലേ? വുദുവിനെ പറ്റിയിട്ട് അറിയണ്ടേ? വുദുവിനെ പറ്റിയിട്ട് ചെറുതായിട്ട്, എന്താണ് വുദു, എങ്ങനെയാണ് വുദു, എന്താണ് അതിൻ്റെ ഭാഷാർത്ഥം, എന്താണ് അതിൻ്റെ സാങ്കേതികാർത്ഥം, ഇത് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വുദു? ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി ഫംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. അതെ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം, നിങ്ങൾ നിങ്ങളുടെ കൈകാലുകൾ കഴുകണം, ഇലൽ മറാഫിഖി, മുട്ടുവരെ. വംസഹൂ ബിറൂസിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? തലയെ തടവണം. അതുപോലെ തന്നെ വാർജുലക്കും, നിങ്ങളുടെ കാലുകളെ കഴുകണം, ഇലൽ കഅബൈനി, ഞെരിയാണി വരെ കഴുകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദഥ ഹത്താ യതവല്ലഅ. അതെ, അപ്പം അശുദ്ധിയുള്ള ഒരാളുടെ നിസ്കാരം അവൻ വുദൂ ചെയ്യുന്നത് വരെ സ്വഹീഹാവുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി എന്താണ് വുദൂ എന്ന് പറഞ്ഞാൽ? അൽ വുദൂഉ ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ ഒസ്ലു ബഅദിൽ അഅ്ളാഇ, കുറച്ച് അവയവങ്ങളെ കഴുകുക, അതാണ് ഭാഷാർത്ഥത്തിൽ വുദൂ എന്ന് പറഞ്ഞാൽ. ഇനി സാങ്കേതികാർത്ഥത്തിൽ വശറഅൻ, ശറഇൽ എന്താണ് വുദൂ എന്ന് പറഞ്ഞാൽ? ഇസ്തിഅമാലുൽ മായി, വെള്ളത്തെ ഉപയോഗിക്കലാണ്. ഫി അഅ്ളാഇൻ മഖ്സൂസത്തിൻ, ചില പ്രത്യേകമായ അവയവങ്ങളിൽ. മുഫ്തതഹം ബിനിയ്യ, നിയ്യത്ത് കൊണ്ട് തുടങ്ങി. വഫുരീള മഅസ്സലാത്തി ലൈലത്തൽ ഇസ്റാഇ. അതെ, അപ്പോൾ നിയ്യത്ത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ട് ചില പ്രത്യേകമായ അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കുന്നതിനാണ് ശറഇൽ എന്ന് പറയുന്നത്, വുദൂ എന്ന് പറയുന്നത്. ഇനിയോ ഇതെപ്പോഴാണ് ഫർലാക്കപ്പെട്ടത്? വഫുരിള മഅസ്സലാത്തി, നിസ്കാരത്തോടൊപ്പം തന്നെ ഇതിനെ ഫർലാക്കിയിട്ടുണ്ട്. ലൈലത്തൽ ഇസ്റാഇ, ഇസ്രായിൻ്റെ രാത്രിയിൽ. അന്നാണല്ലോ നിസ്കാരം നമുക്ക് ഫർലാക്കിയത്, നിസ്കാരം നിർബന്ധമാക്കിയത്. അന്ന് തന്നെ ഇതിനെയും ഫർലാക്കിയിട്ടുണ്ട്. ഈ നിസ്കരിക്കുന്ന സമയത്ത് എന്തു വേണം? വുദൂ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോവാൻ നമുക്കൊക്കെ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.